നമസ്കാരം. ഇന്ന് മാർച്ച് 13 വ്യാഴാഴ്ച. ഫാൽഗുണ മാസത്തിലെ പൗർണമി ഇന്നാകുന്നു. ഇന്നേ ദിവസം ചന്ദ്രൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതാണ്. ഇതോടെ വ്യാഴവും ചന്ദ്രനും തമ്മിൽ ഒരു കേന്ദ്രയോഗം രൂപം കൊള്ളുന്നതുമാണ്. കൂടാതെ ലക്ഷ്മി നാരായണ യോഗവും ഇന്നേ ദിവസം രൂപം കൊള്ളുന്നുണ്ട്. പൂരമാണ് ഇന്നേ ദിവസത്തെ നക്ഷത്രം. ഈ ശുഭ സംയോഗങ്ങളാൽ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന ദിവസങ്ങൾ തന്നെയായി മാറും. പ്രത്യേകിച്ചും അടുത്ത 2 ദിവസങ്ങൾ ഇവർക്ക് കൂടുതൽ അനുകൂലമായി തീരും. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഇവർക്ക് മേൽ ഉണ്ടാകുന്നതായ ദിവസങ്ങൾ തന്നെയാണ് ഇത്. കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതിയും ആഗ്രഹങ്ങൾ നേടുവാനുള്ള അവസരങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. ശുഭഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസം കൂടിയാണ് എന്ന് പരാമർശിക്കാം. ഇന്നേ ദിവസം ആറ്റുകാൽ പൊങ്കാല കൂടിയാണ്. അത്രമേൽ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ് ഇന്നേ ദിവസം ദേവി കടാക്ഷത്താൽ കൂടി അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആറ്റുകാലമ്മയെ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ദിവസമാണ് മുൻപിലുള്ളത്. ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ഈ സമയം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. കൂടാതെ വ്യക്തിപരമായ പല ആഗ്രഹങ്ങളും മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും നിറവേറുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. ആകർഷകമായ ഓഫറുകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിലുള്ളത്. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അംഗീകാരങ്ങൾ ജീവിതത്തിൽ തേടി എത്തുന്നതാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് വരുന്ന 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രധാനമായും പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നത്. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടക രാശിയിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കുടുംബത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കുവാനുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാൻ സാധ്യത ഒരൽപ്പം കൂടുതലുള്ള ദിവസങ്ങൾ തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. കുടുംബത്തിൽ നിങ്ങളുടെ സ്ഥാനം വർദ്ധിക്കുന്നതായ അല്ലെങ്കിൽ ഉയരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത് തൊഴിലിടത്തിലാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം ബഹുമാനവും അംഗീകാരങ്ങളും നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. കൂടാതെ നിങ്ങൾക്ക് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യാം. കൂടാതെ വളരെയധികം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ബിസിനസ് പരമായി ലാഭം ഒരൽപ്പം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. പല വ്യക്തികളും തള്ളി പറഞ്ഞിരിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അവർ പോലും വാക്ക് മാറ്റുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ കഴിവ് തെളിയിച്ച് മുന്നേറുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളോ വന്നു ചേരും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് വളരെയധികം വിഷമങ്ങളോ അല്ലെങ്കിൽ ചില പ്രതിസന്ധികളോ നിങ്ങൾക്കുണ്ട്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കടബാധ്യതകൾ നിങ്ങൾക്ക് ക്രമേണ കുറച്ച് കൊണ്ടുവരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും.
വളരെ കാലമായി പ്രതീക്ഷിക്കുന്ന ധനമോ അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ധനമോ ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, അവസാന പകുതി, ചോതി, വിശാഖം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ലക്ഷ്മി നാരായണ യോഗത്തിന്റെ സ്വാധീനത്താൽ മാർച്ച് 13 മുതൽ അനുകൂലമായ ദിവസങ്ങൾ ഭാഗ്യ ദിവസങ്ങളായിരിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഈ ദിവസം ഭാഗ്യം നിങ്ങളുടെ ശ്രമങ്ങൾക്ക് കൂടുതൽ പ്രതിഫലങ്ങൾ നൽകുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. മനസ്സിന്റെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പല വ്യക്തികളെയും നിങ്ങൾക്ക് കാണുവാനുള്ള സാധ്യതകളുണ്ട്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ പിതാവിൽ നിന്നും സന്തോഷകരമായ വാർത്തകൾ, ശുഭവാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. വ്യാപാരികൾക്ക് അല്ലെങ്കിൽ അത്തരം വ്യക്തികൾക്ക് വളരെയധികം ആവേശം നൽകുന്ന ചില ഇടപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അയൽവാസികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ പല കാര്യങ്ങളിലും പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അനുകൂലമായ ചില കാര്യങ്ങൾ, ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ആഹാരം, ഇഷ്ടഭക്ഷണങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിനോദത്തിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങൾക്ക് ഒരല്പം ആശ്വാസം ലഭിക്കാവുന്ന ദിവസം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. പ്രധാനമായും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്യുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരുന്നതുമാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ്. ഈ രാശിയിലുള്ളവർക്ക് ഭൗതികപരമായ കാര്യങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാകുന്നു. വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് പിന്തുണ, ഉപദേശങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ വീട്ടുകാരുമായും ബന്ധുക്കളുമായും സൗഹൃദപരമായ ബന്ധം നിലനിർത്തുക, തർക്കങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില സാഹചര്യങ്ങൾ, കൂട്ടാളികളിൽ നിന്നും പൂർണ്ണമായ സഹകരണം, തൊഴിലിടത്ത് നേരിട്ടിരുന്നതായ ചില പ്രശ്നങ്ങൾ തരണം ചെയ്ത് കാര്യങ്ങൾ അനുകൂലമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. വസ്ത്രങ്ങളും ഭക്ഷണവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ്. ആഗ്രഹിച്ച ഭക്ഷണങ്ങൾ കഴിക്കുവാൻ സാധിക്കുക, വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ ഈ ദിവസങ്ങളിൽ സാധിച്ചു എന്ന് വരാം. വരുമാനം അല്പം കൂടുതലായി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സ്വാധീനം പല കാര്യങ്ങളിലും ചെലുത്തുവാനും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. തൊഴിൽപരമായും സന്തോഷകരമായ മറ്റ് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുക, അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക, ആവശ്യത്തിനുള്ള ധനം താൽക്കാലികമായാണ് എങ്കിലും താൽക്കാലിക ആവശ്യത്തിനുള്ള ധനമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ അല്പം വർദ്ധിക്കാവുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. പല ധനസ്രോതസ്സുകളിൽ നിന്നും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ ആരംഭിക്കുവാൻ ആലോചിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ അനുകൂലമായി തീരാം. അനുയോജ്യമായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. തൊഴിൽപരമായ ഗുണം ലഭിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ജീവിതത്തിലുള്ളത്.
സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വരുമാനത്തിൽ വളരെ അനുകൂലമായ പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. എതിരാളികൾക്ക് പോലും അസൂയ തോന്നുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. കുട്ടികളോടൊപ്പം രസകരമായ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ഗൃഹത്തിലേക്ക് അതിഥിയുടെ കടന്നുവരവിനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുക, സമയം നീട്ടിക്കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. താൽക്കാലികമായ ചില ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചിരിക്കുന്നതായ ധനം ലഭിക്കുകയോ അപ്രതീക്ഷിതമായി കൈകളിൽ വന്നു ചേരുകയോ ചെയ്യാം. ഈ സമയം ധനം സഹായമായി പോലും ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും പലവിധ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ കാര്യങ്ങൾ പൊതുവിൽ അനുകൂലമായി തീരുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. പല കാര്യങ്ങളിലെയും തടസ്സങ്ങൾ ഒഴിഞ്ഞ് കാര്യവിജയങ്ങൾ നേടിയെടുക്കുക, തൊഴിലിടത്ത് കഴിവ് തെളിയിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്.